എക്സ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോജ് കോയിനെ കുറിച്ചിട്ടായിരുന്നു. ഡോജ് കോയിൻ എന്താണ്, എങ്ങനെയാണ് നല്ല നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ താഴെ കുറേ കമൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻസിൽ ശ്രദ്ധയപ്പെട്ടതൊന്ന് പോൽക്ക ഡോട്ട് കാർഡാനോ ഇതിനെ കുറിച്ചിട്ടെല്ലാം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോൽക്ക ഡോട്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡോട്ട് എന്നറിയപ്പെടുന്ന പോൽക്ക ഡോട്ട് കോയിന് ടോക്കണിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പോൽക്ക ഡോട്ട് എന്താണെന്ന് എന്താണ് പോൽക്ക ഡോട്ട് എന്ന് അറിയാം. പലരും കേട്ടിട്ടുണ്ടാവും പോൽക്ക ഡോട്ട് നല്ല പൊട്ടൻഷ്യലുള്ള കോയിനാണ്, നല്ല ഫ്യൂച്ചറുള്ള കോയിനാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ഭാവിയിൽ ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്ന കോയിൻസാണ് എന്നെല്ലാം കുറേ പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പോൽക്ക ഡോട്ട് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴത്തെ ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്രിപ്റ്റോ മാർക്കറ്റിൽ കുറേ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. അതായത് ബിറ്റ് കോയിൻ ഒരു നെറ്റ്വർക്കാണ്, എത്തേറിയം വേറൊരു നെറ്റ്വർക്കാണ്, ബൈനാൻസ് ഇപ്പോൾ വേറൊരു നെറ്റ്വർക്ക് ആയിട്ടുണ്ട്, പിന്നെ ഇതേപോലെ സൊളാന, ഇതേപോലെ കുറേ നെറ്റ്വർക്ക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബ്ലോക്ക് ചെയിൻ ആയിട്ടാണുള്ളത്. അപ്പോൾ പോൽക്ക ഡോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ബ്ലോക്ക് ചെയിൻസും, മാർക്കറ്റിലെ കുറേ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്, ഈ എല്ലാ ബ്ലോക്ക് ചെയിനും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻ്റർഫിയർ ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു പ്രൊജക്റ്റും കൊണ്ടാണ് പോൽക്ക ഡോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പോൽക്ക ഡോട്ട് എന്താണെന്ന് പലർക്കും മനസ്സിലാക്കണം. അതായത് നെറ്റ്വർക്ക് എക്സാമ്പിളാണ് എത്തേറിയം നെറ്റ്വർക്ക്, ബിറ്റ് കോയിൻ നെറ്റ്വർക്ക്, പിന്നെ ഇതേപോലെ സൊളാന, BSC, ഇതെല്ലാം ചേർത്തിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ സെൻഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് പോൽക്ക ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവർ പറയുന്നത് കാരണം ട്രൂ ഇൻ്റർ ഓപ്പറബിലിറ്റി, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഇതുപോലെ. പിന്നെ എക്കണോമിക് ആൻഡ് ട്രാൻസാക്ഷൻ സ്കേലബിലിറ്റി, സ്കെയിലബിൾ ആണ് എന്നാണ്. അതായത് ഇപ്പോൾ എത്തേറിയത്തിൽ നോക്കിയാൽ കാണാം, ഒരു സെക്കൻഡ് നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 30 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡാണ്. ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ 7 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡാണ്. അപ്പോൾ അതെല്ലാം സ്പീഡ് കൂട്ടിയിട്ട് ഇവർ വരുന്നത് 1000 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് എന്നുള്ള ഇതും കൊണ്ടാണ് പോൽക്ക ഡോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് ചെയിൻ ഇന്നോവേഷൻ, ഫോർക്ക്ലെസ് ആൻഡ് ഫ്യൂച്ചർ പ്രൂഫ്, അതായത് ഫോർക്ക്ലെസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എത്തേറിയം ഉണ്ട്, എത്തേറിയം ക്ലാസിക്കും ഉണ്ട്. എത്തേറിയം ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ എത്തേറിയം ആയിരുന്നു. അതിൽ നിന്ന് വോട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്ന് കുറേ മൈനേഴ്സ് സ്പ്ലിറ്റ് ആയിട്ടാണ് എത്തേറിയം വരുന്നത്. അപ്പോൾ അതിനോട് യോജിക്കാത്തവർ എത്തേറിയം ക്ലാസിക്കായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു ഫോർക്ക് എന്നാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയാം. ഓക്കെ, അപ്പോൾ പോൽക്ക ഡോട്ട് വരുന്നത് ഫോർക്ക്ലെസ് എന്നാണ്. അതായത് ഈ പോൽക്ക ഡോട്ടിൻ്റെ നെറ്റ്വർക്കിൽ ഫോർക്കിങ് നടക്കില്ല, അതിനുള്ളൊരു ടെക്നോളജി കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും സെക്യൂർ ആണെന്ന്, പിന്നെ യൂസർ ഡ്രിവൺ നെറ്റ്വർക്ക് ഗവർണൻസ്, അതായത് ഇതിൽ എന്ത് അപ്ഗ്രേഡ് വരികയാണെങ്കിലും ഓരോത്തിനും കൗൺസിൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് വരെ പോൽക്ക ഡോട്ട് ഹോൾഡ് ചെയ്യുന്നവർ വോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവരുടെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് കൊണ്ടുവരുന്നത്, പിന്നെ കൗൺസിൽ മെമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോൽക്ക ഡോട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പോൽക്ക ഡോട്ടിൻ്റെ പിന്നിലുള്ള ടെക്നോളജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ബ്ലോക്ക് ചെയിനും കൂടെ ഒന്നിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവരുടെ പിക്ചർ നോക്കിയാൽ തന്നെ കാണാം, ഒരു റൗണ്ട് അവിടേക്ക് എല്ലാ നെറ്റ്വർക്ക്സും കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ. ഇത് തന്നെ നമുക്ക് പ്രൊജക്റ്റ് എന്താണെന്നൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഈ നോക്കുകയാണെങ്കിൽ ഇതുവരെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്നാണ്. ഒരു 4 ടേംസാണ് അവർ പറയുന്നത്: റിലേ ചെയിൻ, പാരാ ചെയിൻ, പാരാ ത്രെഡ്സ്, ബ്രിഡ്ജസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് റിലേ ചെയിൻ എന്നുള്ളത് നോക്കാം. റിലേ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേ കളറിൽ കാണുന്ന സർക്കിൾ, അതായത് പോൽക്ക ഡോട്ട് നെറ്റ്വർക്കിൻ്റെ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്, ഈ റൗണ്ട് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് എല്ലാ
എല്ലാ എന്താ പറയുക എല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാ നെറ്റ്വർക്ക്സും വന്നിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിലേക്കാണ്. അതിനെയാണ് പാരാചെയിൻ എന്ന് പറയുക. സോവറിൻ ബ്ലോക്ക് ചെയിൻസ് ദാറ്റ് ക്യാൻ ഹാവ് ദെയർ ഓൺ ടോക്കൺസ് ഉണ്ടോ. ഈ കാണുന്ന ഓരോന്നും ഓരോ പാരാചെയിനാണ്. അതായത് അവർക്ക് അവരുടേതായ ടോക്കൺ ഉണ്ടാവും, അവരുടേതായ യൂസ് കേസ് ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മളുടെ എന്താവും പോൾക്കഡോട്ടിൻ്റെ റിലേ ചെയിനിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് പാരാ ത്രെഡ്സ്, സിമിലർ ടു പാരാ ചെയിൻ ബട്ട് വിത്ത് എ പേ ആസ് യു ഗോ മോഡൽ, മോർ എക്കണോമിക്കൽ ഫോർ ബ്ലോക്ക് ചെയിൻസ് ദാറ്റ് ഡോണ്ട് നീഡ് കണ്ടിന്യൂസ് കണക്ടിവിറ്റി. അതായത് സിമിലർ പാരാ ത്രെഡ് ചെയിൻ പോലെ തന്നെ ഉള്ളൊരു സാധനമാണ് പാരാ ത്രെഡ്സ്. ഞാൻ അധികം എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. അധികം ടെക്നിക്കൽ ടേംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അധികം ഡീപ്പായിട്ട് ടെക്നിക്കൽസ് പോകുന്നില്ല. എന്താണ് പ്രൊജക്റ്റ്, ഒരു ഓവറോൾ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് അലോ പാരാചെയിൻസ് ആൻഡ് പാരാത്രെഡ്സ് ടു കണക്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്സ്. അതായത് ഈ പാരാചെയിനും ഈ പാരാത്രെഡിനും വേറെ നെറ്റ്വർക്ക്സുമായിട്ട് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ഉണ്ട്. അതാണ് എത്തേറിയം, ബിറ്റ്കോയിന്, BSC ഇതേപോലത്തെ നെറ്റ്വർക്ക്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവരെയാണ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണും. ഇതാണ് റിലേ. അതിലേക്ക് എല്ലാ പാരാചെയിൻസും, അതായത് സെപ്പറേറ്റ് യൂസ് കേസുള്ള ഇത് വന്നിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നു. പിന്നെ ബ്രിഡ്ജ് ഇപ്പോൾ ഓൾറെഡി ഉള്ള എത്തേറിയം, ബിറ്റ്കോയിൻ, പിന്നെ സൊളാന, BSC ഇവരെല്ലാം വന്നിട്ടും ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നുള്ളത് നമുക്കിനി ഇവരുടെ കാര്യത്തിലേക്ക് കിടക്കുന്ന ഇവരുടെ ടീമിനൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇവരുടെ ടീം ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ടീം വരുന്നത് ഗാവിൻ വുഡ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഒരു 3 പേരും കൂടെ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, അപ്പോൾ ഗാവിൻ വുഡിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗാവിൻ വുഡ് എന്താണ് പാരിറ്റി ടെക്നോളജീസ് എന്ന് പറയുന്നുള്ള ഒരു കമ്പനിയുടെ ഫൗണ്ടറാണ്. പിന്നെ എത്തേറിയത്തിൻ്റെ ഫൗണ്ടറിൽപ്പെട്ട ഒരാളാണ് ഗാവിൻ വുഡ്. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ സോളിഡിറ്റി, ബ്ലോക്ക് ചെയിനിൽ സോളിഡിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് വെച്ചിട്ടാണ് സ്മാർട്ട് കോൺട്രാക്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അത് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്, സോളിഡിറ്റി ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഗാവിൻ വുഡ്. പിന്നെ ഫൗണ്ടർ ഓഫ് വെബ്3 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പാരിറ്റി ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞ കമ്പനീൻ്റെ അണ്ടർ തന്നെ വെബ്3 പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പോൾക്കഡോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സിനും കാര്യത്തിനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ എന്താ പറയുക ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ബേസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടറാണെന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൗണ്ടേഴ്സ്. പിന്നെ ഇവരെല്ലാം കോ ഫൗണ്ടറാണ്. ഇവർക്കും അത്യാവശ്യം എന്താ പറയുക മെയിനായിട്ടുള്ളത് ഗാവിൻ വുഡാണ്. അതാണ് ഞാൻ പറഞ്ഞു വല്ലാതെ ഡീപ്പായിട്ട് പോകുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഇതിലുള്ളത്. നമ്മൾ ഇതിൻ്റെ ടെക്നോളജിനെ കുറിച്ച് പറഞ്ഞു, റിലേ ചെയിൻ എന്നെല്ലാം പറഞ്ഞു. ഓക്കെ, പിന്നെ അവരുടെ കൺസെൻസസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ ഗവേണൻസ്. നമ്മൾ പറഞ്ഞു ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇത് വോട്ട് ചെയ്യാനും ഇവർക്ക് എന്താണ് ഈ ഒരു പുതിയൊരു അപ്ഗ്രേഡ് വരുന്ന സമയത്ത് വോട്ട് ചെയ്യുന്നതും ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് ഗവേണൻസ്. അതിപ്പോൾ പോൾക്കഡോട്ട് നെറ്റ്വർക്കിൽ എന്താ പറയുക പുതിയൊരു അപ്ഗ്രേഡ് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫൗണ്ടർ വിചാരിച്ചാൽ മാത്രം അപ്ഗ്രേഡ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോൾക്കഡോട്ട് ഹോൾഡ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം, അതിനൊരു വോട്ട് ചെയ്യണം. അവർ പ്രപ്പോസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിന് ഇവരെല്ലാം സമ്മതിച്ചിട്ട് വോട്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവേണൻസ് റോൾസിൽ വരുന്നതാണ് കൗൺസിൽ മെമ്പേഴ്സും ടെക്നിക്കൽ കമ്മിറ്റിയും. അപ്പോൾ ഈ കൗൺസിൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ഈ വാലിഡേറ്റേഴ്സാണ്. വാലിഡേറ്റേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് കൗൺസിൽ മെമ്പേഴ്സ്. വാലിഡേറ്റേഴ്സ് ആരാന്നല്ല നമ്മൾ പറയാം. അപ്പോൾ വാലിഡേറ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് വോട്ട് ചെയ്തിട്ടാണ് കൗൺസിൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടെക്നിക്കൽ കമ്മിറ്റി, ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽസും എല്ലാം. അപ്പോൾ ഇവരുടെ വോട്ടും കൗൺസിൽ മെമ്പേഴ്സിൻ്റെ വോട്ടും ടെക്നിക്കൽ കമ്മിറ്റീൻ്റെ വോട്ടും വാലിഡേറ്റേഴ്സിൻ്റെ വോട്ടും എല്ലാം ചേർന്നിട്ടാണ് പുതിയൊരു അപ്ഗ്രേഡ് ഇവർ കൊണ്ടുവരണമെങ്കിൽ ഇവർക്ക് നടക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ ഇവർക്ക് സ്റ്റേക്കിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് നോക്കി. അപ്പോൾ അതിൽ വരുന്നത് വാലിഡേറ്റേഴ്സ്, നോമിനേറ്റേഴ്സ് ഉണ്ട്, വാലിഡേറ്റേഴ്സ് ഉണ്ട്, കൊളാറ്റേഴ്സ് ഉണ്ട്, ഫിഷർമെൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോമിനേറ്റേഴ്സ് ആണ്. ഈ നോമിനേറ്റേഴ്സ് ആണ് എന്താ പറയുക വാലിഡേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവർ സെക്യൂർ ദ റിലേ ചെയിൻ ബൈ സെലക്ടിങ് ട്രസ്റ്റ് വർത്തി വാലിഡേറ്റേഴ്സ്. ഇവരെ
ഇവർ കയ്യിൽ ഡോട്ട് വാങ്ങി വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ ഡോട്ട് സ്റ്റേക്ക് ചെയ്യണം. എന്നാൽ ഇവർക്ക് വാലിഡേറ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന വാലിഡേറ്റേഴ്സിനെ എന്താവും, വാലിഡേറ്റേഴ്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. എന്നിട്ട് വാലിഡേറ്റേഴ്സ് എന്താ ചെയ്യുക നമുക്ക് നോക്കാം. ഇവർ ചെയ്യുന്നത് ഈ നോഡ്സ് സെക്യൂർ ചെയ്യുന്നതാണ്. അതായത് ഇതിൽ കുറേ ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ എല്ലാം സെക്യൂർ ആക്കുന്നത് വാലിഡേറ്റേഴ്സാണ്. ഇവർ എന്താ പറയുക, ഡോട്ട് സ്റ്റേക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, സെക്യൂർ ദ റിലേ ചെയിൻ ബൈ സ്റ്റേക്കിംഗ് ദ ഡോട്ട്സ്, വാലിഡേറ്റിംഗ് പ്രൂഫ്സ് ഫ്രം കൊളാറ്റൽസ്. അപ്പോൾ ഇവരുടെ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എന്താ പറയുക, വാലിഡേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് വാലിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണം, ഡോട്ട് സ്റ്റേക്ക് ചെയ്യണം. പിന്നെ കൊളാറ്റൽസ് മെയിൻറ്റെയിൻ ഷാർട്സ് ബൈ കളക്ടിങ് ഷാർട്ട് ട്രാൻസാക്ഷൻസ് ഫ്രം യൂസേഴ്സ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രൂഫ്സ് ഫോർ വാലിഡേറ്റേഴ്സ്. അപ്പോൾ ഇവരാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ട്രാൻസാക്ഷൻസ് ഇവർ കളക്ട് ചെയ്തിട്ട് വാലിഡേറ്റേഴ്സിന് കൊടുക്കണം. പിന്നെ അത് വാലിഡേറ്റേഴ്സ് വാലിഡേറ്റ് ചെയ്തിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ്. ഇനി ഫിഷർമെൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റർ ദ നെറ്റ്വർക്ക് ആൻഡ് റിപ്പോർട്ട് ബാഡ് ബിഹേവിയർ ടു വാലിഡേറ്റേഴ്സ്. അതായത് ഇവരെല്ലാവരും ചെയ്യുന്ന, ഫിഷർമാനും നോമിനേറ്റേഴ്സ് എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ മോണിറ്റർ ചെയ്യും. ഫിഷർമാൻ മോണിറ്റർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും എന്താ പറയുക, അവരെന്തെങ്കിലും എന്താ പറയുക ബാഡായിട്ട് ബിഹേവ്, എന്തെങ്കിലും തരികിട കളിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫിഷർമാൻ്റെ പരിപാടി. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തരികിട കളിച്ചു കഴിഞ്ഞാൽ ഇത് വാലിഡേറ്റേഴ്സിനെ ഇവർ അറിയിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഫിഷർമാൻ എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് പ്രോസസ്സിങ് ട്രാൻസാക്ഷൻസ്. ഇവരെങ്ങനെയാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവർക്ക് ആദ്യം പറഞ്ഞു എത്തേറിയത്തിൽ വെക്കുന്നത് 30 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആണെന്ന്. ഇവർ ചെയ്യുന്നത് 1000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ പോസിബിൾ ചെയ്യുന്നത്? കറൻറ്റ് നെറ്റ്വർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. കറൻറ്റ് നെറ്റ്വർക്ക് ചെയ്യുന്നത് സിംഗിൾ ട്രാൻസാക്ഷനാണ്. അതായത് ഒറ്റ ലൈനിൽ എത്ര ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ക്യൂ ആയി നിന്നിട്ട് ഓരോന്നും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാണ് പോവുക. പക്ഷേ പോൾക്കഡോട്ട് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി പാരലലൈസ്ഡ് ട്രാൻസാക്ഷൻ, അതായത് പാരലൽ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് കുറേ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു ട്രാൻസാക്ഷൻ ഒന്നും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ട്രാൻസാക്ഷൻ അടുത്ത ലൈനിൽ കയറിയിട്ട് അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ സ്പീഡ് കൂടും. ഇതിൻ്റെ പോൾക്കഡോട്ടിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന ടൈം 6 സെക്കൻഡ്സ് ആണ്. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ 10 മിനിറ്റ്സ് വരെ എടുക്കും ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇവരത് 6 സെക്കൻഡാണ് എടുക്കുന്നത്. എത്തേറിയത്തിന് നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡാണ് വരുന്നത്, ഒരു ബ്ലോക്ക് മൈൻ ചെയ്യാനുള്ള ഇത് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്റ്റാണ് അല്ലേ. സ്പീഡും വരുന്നതെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് എന്താ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോൾക്കഡോട്ടിൻ്റെ ലൈറ്റ് പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ് പേപ്പർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോൾക്കഡോട്ട് ലൈറ്റ് പേപ്പർ അപ്പോൾ ലൈറ്റ് പേപ്പർ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ലൈറ്റ് പേപ്പറും വൈറ്റ് പേപ്പറും സെയിമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് പേപ്പർ നോക്കാം. ഇത് അവരുടെ ലൈറ്റ് പേപ്പറിൻ്റെ കോണ്ടൻസ് ആണ് കൊടുത്തുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കണ്ടതാണ്. പോൾക്കഡോട്ട് ഈസ് എ നെക്സ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ പ്രോട്ടോക്കോൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടിട്ട്. ഇതെല്ലാം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മിനി ചെയിൻസ് 1 നെറ്റ്വർക്ക്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബ്ലോക്ക് ചെയിൻസും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്ക് കൊണ്ടാണ് ഇവർ വരുന്നത്. പിന്നെ ബ്ലോക്ക് ചെയിൻസ് ദാറ്റ് ഗ്രോ. അപ്പോൾ 1 ബ്ലോക്ക് ചെയിൻ ഈസ് ഇനഫ് ടു സപ്പോർട്ട് ബെസ്റ്റിംഗ് ഫ്യൂച്ചർ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ ഇനഫ് അല്ല. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ പറഞ്ഞു, എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് റിലേ ചെയിനിൽ കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ട്രാൻസാക്ഷൻസ് സ്പീഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്രൂഫ് യുവർ ബ്ലോക്ക് ചെയിൻ വിത്ത് ഫോക്ലെസ് അപ്പ്. നമ്മൾ പറഞ്ഞു എത്തേറിയം ക്ലാസിക്കും എത്തേറിയം വന്ന പോലെ പോൾക്കഡോട്ടിന് വേറൊരു കോപ്പി വരാൻ ചാൻസ് ഇല്ല. ഇതിൽ നിന്ന് എന്താ പറയുക, അതിനുള്ളൊരു എന്താ പറയുക ഒരു ടെക്നോളജിയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ വല്ലാതെ ടെക്നിക്കലായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ബേസിക്കായിട്ട് എന്താണ് പോൾക്കഡോട്ട് എന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഇനി ഇവരുടെ ഗവേണൻസിൽ ഇവർ വോട്ടിങ്ങിലും എല്ലാം അവർ അതിൻ്റെ ഇതായിട്ടുള്ള റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു ഫോർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് ഇവർക്കൊരു കോപ്പി ഉണ്ടാവാനുള്ള ചാൻസ് 0 ആണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി പവർ നമ്മൾ പറഞ്ഞു, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് ഹോൾഡ് ചെയ്യുന്ന എല്ലാവരും. അതുകൊണ്ട് ഓരോ ഡോട്ട് ഹോൾഡേഴ്സ് ആർ ഏബിൾ ടു പ്രൊപ്പോസ് എ ചേഞ്ച് ടു ദ പ്രോട്ടോകോൾ
ഒരു ചേഞ്ച് വരുത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡോട്ട് ഹോൾഡ് ചെയ്യുന്നവരും എന്ത് ചെയ്യണം, വോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി പവേർഡ് ആണെന്ന് പറയുന്നത്. പിന്നെ കൊളാബറേറ്റ് ബൈ ഡിസൈൻ, അതായത് കോഴിക്കോട് ക്രോസിങ് കമ്പോസിങ് മെസ്സേജ് പാസിങ് അലോ സ്റ്റാർട്ട്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല നെറ്റ്വർക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. പിന്നെ ബ്രിഡ്ജ്, കോഴിക്കോട് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എത്തേറിയം ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എത്തേറിയം BSC ആയിട്ട് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും ഇവരുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവരുടെ റോഡ് മാപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ കണക്റ്റിംഗ് ദ ഡോട്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റിലേ ചെയിൻ എന്താണ്, പാരച്ചെയിൻ എന്താണ്, ബ്രിഡ്ജ് എന്താണെന്നെല്ലാം നമ്മൾ പറഞ്ഞു. വാലിഡേറ്റേഴ്സ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കൗൺസിൽ മെമ്പേഴ്സ് ഇത് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ട് ടോക്കൺ, അതായത് പോൾക്ക ഡോട്ട് എന്ന് കിട്ടും. ഇതവരുടെ അവർ ചെയ്യുന്ന പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അവരുടെ ടെക്നോളജി എന്താണെന്നുള്ളതല്ല. ഇനിയുള്ളത് ഡോട്ട് ടോക്കൺ ആണ്, അതായത് ഡോട്ട് ആണ് അവരുടെ ടോക്കണിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. പല പർപ്പസാണ് സെർച്ച് ഇത് ചെയ്യുന്നത്. അപ്പോൾ 3 മെയിനായിട്ടുള്ള പർപ്പസ്: ഗവേണൻസ്, സ്റ്റേക്കിങ്, ബോണ്ടിങ്. ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് ഹോൾഡ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. ഒരു പുതിയ എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരണം, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവരെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡോട്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നടപ്പിലാകത്തുള്ളൂ. അതാണ് ഗവേണൻസ് പറഞ്ഞത്. സ്റ്റേക്കിങ് നമ്മൾ പറഞ്ഞു. സ്റ്റേക്കിങ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വരുന്ന എല്ലാ ഡെഫി കോയിൻസിലും സ്റ്റേക്കിങ് അവൈലബിൾ ആണ്. നിങ്ങളതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഡോട്ട് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം APY എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ബോണ്ടിങ് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ബോണ്ടിങ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഇതിൽ പുതിയ പാരച്ചെയിന് എന്ത് ചെയ്യണം, ഇവരുടെ റിലേ ചെയിനിൽ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പുതിയ പാരച്ചെയിൻ വന്നിട്ട് ഇവരുടെ റിലേ ചെയിനിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, കുറച്ച് ഡോട്ട് വെച്ചിട്ട് അവർ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഡോട്ട് വാങ്ങണം. ആ ഡോട്ട് വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യണം, സ്റ്റേക്ക് ചെയ്യണം. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പാരച്ചെയിനും ഈ റിലേ ചെയിനും തമ്മിൽ ബോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താണ് പറയുക, ഇതിൻ്റെ ഒരു പോസിറ്റീവാണ്. കാരണം ഇതെല്ലാം ഇത്രയും സ്റ്റേക്കിങ്ങിലും ഗവേണൻസിനും ബോണ്ടിങ്ങിനും എല്ലാം വേണ്ടിയിട്ട് ഡോട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് വരുമ്പോൾ എന്ത് ചെയ്യാം, മാർക്കറ്റിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ കുറയുന്നതാണ് അല്ലേ. മാർക്കറ്റിൽ വരുന്ന, അതായത് പബ്ലിക്കിന് വാങ്ങാൻ പറ്റുന്ന സപ്ലൈ കുറയാണ്. എല്ലാവരും കുറേ പാരച്ചെയിൻസ് വരുമ്പോൾ കുറേ ബോണ്ടിങ് നടക്കും. അപ്പോൾ കുറേ എന്ത് ചെയ്യും, കുറേ ഡോട്ട് അവർ കയ്യിൽ വെക്കണം, ഹോൾഡ് ചെയ്ത് ഇരിക്കണം. അപ്പോൾ എന്താ, നോർമലി സപ്ലൈ കുറയാണ്, അപ്പോൾ ഡിമാൻഡ് കൂടും. അങ്ങനെ അതിൻ്റെ പ്രൈസ് കൂടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, പിന്നെ കുസാമ എന്ന് പറയുന്നത് പോൾക്കഡോട്ടിൻ്റെ ഒരു കസിൻ എന്നാണ് അറിയപ്പെടുന്നത്. കുസാമിനെ കുറിച്ചിട്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോനെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സബ്സ്ട്രേറ്റ് എന്താണെന്ന്, അതായത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടീമിൻ്റെ പാരിറ്റി ടെക്നോളജീസിൻ്റെ ഫൗണ്ടറാണ് ഇതിൻ്റെ പോൾക്കഡോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ എന്താ പറയുക, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്ലോക്ക് ചെയിൻ, ഈസി ആയിട്ടൊരു ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ട്രേറ്റിൽ ഉണ്ടാക്കുന്ന എന്താ പറയുക, പുതിയ ബ്ലോക്ക് ചെയിൻ, പുതിയ കോയിൻസ് പെട്ടെന്ന് ഇവർക്ക് എന്ത് ചെയ്യാം, പോൾക്കഡോട്ടിൻ്റെ റിലേ ചെയിനായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഇവർ സബ്സ്ട്രേറ്റ് എന്നുള്ള ഒരു പ്രൊജക്റ്റും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സബ്സ്ട്രേറ്റിൽ ബിൽഡ് ചെയ്യപ്പെടുന്ന ബ്ലോക്ക് ചെയിൻസ് എല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യാം, പോൾക്കഡോട്ടിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഏതെല്ലാം ആണെന്ന് നമുക്ക് സബ്സ്ട്രേറ്റിൻ്റെ പേജ് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ദി ഓൾ പ്രൊജക്ട്സ് ബിൽഡ്സ് ഓൺ സബ്സ്ട്രേറ്റ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കുറേ ANKR, എഷ്യൂർ നെറ്റ്വർക്ക്, ബാൻ പ്രോട്ടോക്കോള്, ബൈഫ്രോസ്റ്റ്, പിന്നെ ചെയിൻ ലിങ്ക്, സെറ നെറ്റ്വർക്ക്, സീലർ നെറ്റ്വർക്ക്, ഇതെല്ലാം എന്താ പറയുക, നല്ല നല്ല പ്രൊജക്ട്സ് ഉണ്ട് ഇവരുടെ സബ്സ്ട്രേറ്റ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നോക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പോൾക്കഡോട്ട് നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു ഒരു പ്രൊജക്റ്റ് തന്നെയാണ് പോൾക്കഡോട്ട്. DIA, ഡീപ്പ് നെറ്റ്വർക്ക്, എഡ്ജ് വെയർ, എൻസൈം, ഫൈബർ, ഇതെല്ലാം നല്ല നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം എന്തിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, സബ്സ്ട്രേറ്റിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, പോൾക്കഡോട്ട് റിലേ ചെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവരിപ്പോൾ ഏത് സ്റ്റേജിലെത്തി എന്നല്ല നമ്മൾ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പറഞ്ഞു Web3 ഫൗണ്ടേഷൻ, ഇവർ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് Web3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഡെവലപ്മെൻറ്റ് ടീം ആരൊക്കെയാണെന്നുള്ളതാണ് അത് നമ്മൾ പറഞ്ഞു. പിന്നെ സബ്സ്ട്രേറ്റിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെയാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേ കണക്റ്റ് പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ലൈറ്റ് പേപ്പറിൻ്റെ എൻഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഡോട്ടിൻ്റെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം പോൾക്ക ഡോട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് പോൾക്ക ഡോട്ടിൻ്റെ റോഡ് മാപ്പ് ഇവരിപ്പോൾ നമ്മളിവർ പറഞ്ഞു, ഇവരിങ്ങനെ കുറേ പ്രൊജക്ട്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ ടെക്നോളജി എല്ലാം നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഇനി ഇത് എന്താണ്, ഇതുകൊണ്ടുള്ള യൂസ്, പോൾക്ക ഡോട്ടിന് എന്താണ് യൂസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവേണൻസ്, സ്റ്റേക്കിങ്, ബോണ്ടിങ് നമ്മൾ ലൈറ്റ് പേപ്പറിൽ കണ്ടതാണ്. പിന്നെ പോരാത്തതിന് ഇവർക്ക് എന്ത് ചെയ്യണം, ഗ്യാസ് ഫീസ്. എത്തേറിയത്തിലെ പോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് പേ ചെയ്യണം. ആ ഫീസ് പേ ചെയ്യുന്നത് നമ്മൾ ഡോട്ടിലാണ് ഫീ പേ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാൻ അവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡോട്ടിൽ എന്തെങ്കിലും എത്തേറിയത്തിൽ ഗ്യാസ് ഫീ പോലെ പോൾക്ക ഡോട്ട് നെറ്റ്വർക്കിലുള്ള സാധനമാണ് എന്ത്, ഫീ. ഇവർ ഡോട്ട് കൊണ്ടുള്ള ഫീ പേ ചെയ്യണം ഒരു ട്രാൻസാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇവരുടെ ടോക്കണോമിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ 2017 ICO നടത്തിയിട്ടുണ്ട്. 2017 ICO നടത്തിയിട്ടുണ്ട്. അന്ന് വന്നിരുന്നത് 10 മില്യൺ ടോക്കൺസ് ആയിരുന്നു ടോട്ടൽ ഇവരുടെ സപ്ലൈ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ കുറേ പേര് എന്താ പറയുക, ടീമിൽ നിന്ന് തന്നെ കുറേ പേർക്ക് ഒരു അഭിപ്രായം ഉണ്ടായി, ഇത്ര സപ്ലൈ വെച്ചാൽ പോരാ, നമുക്ക് കുറച്ചും കൂടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വോട്ടിങ് നടക്കുന്നത്, ഡോട്ടിൻ്റെ ഫസ്റ്റ് വോട്ടിങ് നടക്കുന്നത് ഈ ഒരു റീസണിന് വേണ്ടി. നമ്മൾ പറഞ്ഞു ഇതിലെന്തെങ്കിലും ഒരു അപ്ഗ്രേഡ്, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ഈ ഹോൾഡ് ചെയ്യുന്നവർ വോട്ട് ചെയ്യണം. അപ്പം അന്ന് ഇത് പോൾക്ക ഡോട്ട് ഹോൾഡ് ചെയ്ത എല്ലാവർക്കും കൂടെ ഒരു വോട്ടിങ്ങിൻ്റെ റേറ്റ് കൊടുത്തു. അങ്ങനെ വോട്ട് ചെയ്ത് 86% ആണെന്ന് തോന്നുന്നു. 86% ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വോട്ടിങ്ങിൻ്റെ ഇത് എടുത്തിട്ട് ഇവർ 1 ബില്യൺ സപ്ലൈ 10 മില്യണിൽ നിന്നും 1 ബില്യണിലേക്ക് മാറ്റി സപ്ലൈ. ഇപ്പോൾ പോൾക്ക ഡോട്ടിൻ്റെ ടോട്ടൽ സപ്ലൈ മാക്സിമം സപ്ലൈ വരുന്നത് 1 ബില്യൺ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഡോട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഇവരുടെ റോഡ് മാപ്പ് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അവർ ഏത് ഫേസിലാണെന്നുള്ളത് പാരാച്ചെയിൻ റോൾ ഔട്ട് കാരണം ഇവരുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നിട്ടും മാർക്കറ്റ് ക്യാപ്പിൽ 4th 5th റേഞ്ചിൽ കിടക്കുന്ന ഒരു കോയിനാണ് പോൾക്ക ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവർ കറൻറ്റ് ഫേസാണ് പാരാച്ചെയിൻ റോൾ ഔട്ട്. പാരാച്ചെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരാച്ചെയിനുള്ള റോൾ ഔട്ടാണ് ആ ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാരാച്ചെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിലാണ്. പിന്നെ അവരുടെ അത് POA Web3 ഫൗണ്ടേഷൻ ലോഞ്ച് ചെയ്തു ഫസ്റ്റ്. അത് റോഡ് മാപ്പാണ്. പിന്നെ പ്രൂഫ് ഓഫ് സ്റ്റേക്ക്, അതായത് വാലിഡേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളവിടെ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാലിഡേറ്ററായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. പിന്നെ ഗവേണൻസ് നമ്മൾ പറഞ്ഞു, വോട്ടിങ്ങിൻ്റെ റൈറ്റ്സ് കിട്ടുന്നത് ആർക്കാണ്, ഇത് ഹോൾഡ് ചെയ്യുന്നവർക്കാണെന്നുള്ളത്, അതാണ് അവർ പറയുന്നത്. പിന്നെ ട്രാൻസ്ഫേഴ്സ് ആണ് പറയുന്നത്, പോൾക്ക ഡോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഫേസ് എന്ന് പറയുന്നത് പാരാച്ചെയിൻ റോൾ ഔട്ട്. അതായത് പോൾക്ക ഡോട്ട് നെറ്റ്വർക്കിൽ ഇവർ എന്താ പറയുക, കുസാം എന്താണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവർ ഒരു ടെസ്റ്റ് നെറ്റ്വർക്ക്, അതായത് ഇവർ പുതിയതായിട്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് കുസാമയിലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് എല്ലാ ടെക്നോളജിയും സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമേ പോൾക്ക ഡോട്ട് പാരാച്ചെയിനിലേക്ക് വരെ ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോൾക്ക ഡോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ അപ്ഗ്രേഡ് നമ്മൾ പറഞ്ഞു, എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒറ്റൊന്നിൽ എല്ലാവർക്കും എല്ലാ ബ്ലോക്ക് ചെയിൻസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് പോൾക്ക ഡോട്ട് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ് പോൾക്ക ഡോട്ടിനെ കുറിച്ചിട്ട് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് സ്റ്റേക്കിങ്ങിനെ കുറിച്ചിട്ടെല്ലാം ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെ സ്റ്റേക്ക് ചെയ്യണം എന്നെല്ലാം ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോൾക്ക വാലറ്റ് പറഞ്ഞിട്ടൊരു വാലറ്റ് ഉണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡോട്ട് വാങ്ങിയിട്ട് ഫൈനാൻസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചസിൽ നിന്നോ ഡോട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റേക്ക് ചെയ്യാം. ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തന്നതാണ്. പിന്നെ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്ത് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ പോൾക്ക ഡോട്ടിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്നുള്ളത്
കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക.